ക്ലാസ്സിലൊരു ചെറിയ പ്രശ്നം. ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിലുണ്ടായ ഒരു സൗന്ദര്യപ്പണക്കെന്ന് വേണമെങ്കിൽ വിളിക്കാം. തെറ്റെൻ്റെ അല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ കുറ്റം പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞു. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എനിക്ക് അങ്കിത അയച്ച ഒരു മെസ്സേജിൻ്റെ തുടക്കമായത്. പിന്നെന്താ സംഭവിച്ചെന്നറിയോ? അവൾ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് പിന്നെ ഈ കരച്ചിലൊക്കെ മാറിയപ്പോൾ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചു. അങ്കിത പറയുന്നത്, ഒരു ഭാവവ്യത്യാസം എനിക്കില്ലായിരുന്നു, ഞാൻ സാധാരണ പോലെ തന്നെ മിണ്ടി, കാരണം അവനെ വിഷമിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല എന്ന്. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ബോയ് ഫ്രണ്ട് വന്നു. അവളോട് ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയെന്ന്. അവൾ പറഞ്ഞ്, എന്താ പറയണ്ടതെന്നറിയില്ല, ചെറുതായിട്ട് ശ്വാസം നിശ്വാസം പോലും മാറിയില്ലെന്ന് അവൾ വിചാരിച്ചേ. എന്നാൽ അവന് മനസ്സിലായി എന്തോ വലിയൊരു സങ്കടം ആക്കണ്ടെന്ന്. അവൾ പറയുന്നു, ഇതാണ് ട്രൂ ലവ്, ഇങ്ങനെയുള്ള ഒരാളാണ് ട്രൂ ലവർ, പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളെന്ന്. ഇതന്നെയല്ല ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ അങ്കിത. അനിരുദ്ധ് എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? ചില സമയത്ത് ചില കള്ളത്തരങ്ങളൊക്കെ ആയിട്ട് അവൻ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ചെല്ലും. ഇപ്പം ലേറ്റായിട്ടൊക്കെ ചെല്ലുവാണെങ്കിൽ അവൻ പറയും, ഭയങ്കര ട്രാഫിക്കായിരുന്നു, വണ്ടി ഇടയ്ക്ക് പഞ്ചറായി, അങ്ങനത്തെ കുറേ നുണകൾ ഭയങ്കര കൺവിൻസിങ് ആയിട്ടാണ് പറയുന്നത്. എന്നാൽ എൻ്റെ കണ്ണ് കാണുമ്പോഴത്തേനും അവൾ പറയും, വേണ്ട എൻ്റെ അടുത്ത് കള്ളം പറയണ്ട, കള്ളവാ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാമെന്ന്. അങ്ങനെയാണ് എൻ്റെ ഗേൾ ഫ്രണ്ടിന് എന്നെ മനസ്സിലാവുന്നതെന്ന്. പിന്നെ അഭിലാഷ് പറയുന്നത്, പ്രണയത്തിൽ ചില സമയത്ത് ടെലിപ്പതിയൊക്കെ ഉണ്ടാവും. നമ്മുടെ ലവറിന് എന്തെങ്കിലും ഒരു മോശം സംഭവിക്കാൻ പോവാണെങ്കിൽ നമുക്കത് സ്വപ്നമൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ. എൻ്റെ ഈശ്വര, പ്രണയത്തിൽ ടെലിപ്പതി ഉണ്ടെങ്കിൽ നമ്മൾ പലരും കുടുങ്ങിപ്പോവും. നമ്മളൊക്കെ ചില കൊച്ചു കള്ളത്തരങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ലവർ കണ്ടുപിടിച്ചാലോ, അതയാൾ സ്വപ്നത്തിലേ കണ്ടു തുടങ്ങിയാലോ? എനിക്ക് ആലോചിക്കാനേ വയ്യ. കള്ളത്തരം ചെയ്യാതിരുന്നാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയേ, എപ്പോഴും ട്രൂ ആണോ നമ്മൾ? ഈ ഒരു ചോദ്യത്തോടെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ, പ്രണയ സന്ദേശങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ വായിച്ചു. ഫേസ്ബുക്ക്